ഹലോ, 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പേഴ്സ് ഓഫ് ഇക്വേഷൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിനകത്ത് നമുക്കൊരു 3 പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഒരു 1 ഷോർട്ട് വീഡിയോ ഞാൻ എന്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഒബ്ജക്റ്റ് ഒരു യു മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞത്? ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് ദി റേറ്റ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്. അതായത് ഇതിൻ്റെ സ്പീഡ് ഓരോ സെക്കൻഡ് കൂടുമ്പോഴും എ മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അതിപ്പോൾ എ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കാറ് ഞാൻ 0 സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. ഓരോ സെക്കൻഡിലും എൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ട് പോകും. അപ്പോൾ ഒരു സെക്കൻഡിൽ എൻ്റെ എത്രയായിരിക്കും? 15 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡിൽ എത്രയായിരിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. അപ്പം നമ്മുടെ ഈ വണ്ടിയിൽ യു മീറ്റർ പെർ സെക്കൻഡ് 0ൽ തുടങ്ങിയിട്ടുള്ള വണ്ടി ഓരോ സെക്കൻഡ് കൂടുമ്പോഴും എ മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ഇത്ര കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ്. അതായത് ഒരു ടി സെക്കൻഡ് ടൈം എത്തിയപ്പോൾ ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ് ടൈം എത്തിയപ്പോൾ ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് അറ്റ് ടി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡ്, ടി ടൈമാണ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ഓക്കെ, ഇത് ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണ്, ടി ഈക്വൽ ടു അല്ല. ഡിസ്റ്റൻസ് ഓർ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ. 2 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് 2 സെക്കൻഡ് ടൈമിനകത്ത്. ഓക്കെ, അതായത് ടി ഈസ് ഈക്വൽ ടു 2 ഉള്ളപ്പം എസ് എന്ന് പറയുന്നത് 10 ആണ്. അടുത്തെന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് ഈസ് 28 മീറ്റർ. ടൈം 4 സെക്കൻഡ് ആയപ്പോൾ എത്രയായി? എസ് ഈസ് ഈക്വൽ ടു 28 മീറ്റർ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? നമ്മുടെ യു ഇനീഷ്യൽ സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു വണ്ടി യു മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ സെക്കൻഡ് കൂടുമ്പോഴും എ മീറ്റർ പെർ സെക്കൻഡ് അതിൻ്റെ വേഗതയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അതിന് 2 സെക്കൻഡ് ആയപ്പോൾ സമയത്ത് ഇവിടെ 2 സെക്കൻഡ് ആയപ്പം 10 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ 4 സെക്കൻഡ് ആയ സമയത്ത് 28 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് തുടങ്ങുമ്പോഴുള്ള സ്പീഡാണ് ചോദിച്ചത്, അതായത് ഇനീഷ്യൽ സ്പീഡാണ് ചോദിച്ചത്. നമുക്കറിയാം, ടൈം ടി ഈസ് ഈക്വൽ ടു 2 ആയപ്പം നമ്മുടെ എസിൻ്റെ വാല്യൂ 10 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദെർഫോർ യു ടി ഇനീഷ്യൽ സ്പീഡ് നമുക്ക് അറിയില്ല, യു അറിയില്ല, ടി എന്താ ടൈമാണ്. അപ്പം 2u പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആക്സിലറേഷൻ നമുക്കറിയില്ല, പക്ഷേ ടി അറിയാം, 2 ആ. അപ്പോൾ 2 സ്ക്വയർ 4, എ 4 ഈസ് ഈക്വൽ ടു 10. ടിക്ക് നമ്മൾ 2 കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2u പ്ലസ് ഈ 2 ഇവിടെ 2 ക്യാൻസലായി പോയില്ലേ, 2a ഈസ് ഈക്വൽ ടു 10. പിന്നെ യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 എന്നായി. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, യു പ്ലസ് എ ഈക്വൽ ടു 5. ഇങ്ങനെ ആക്കട്ടെ, യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ എന്ന് വന്നൂടെ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ടെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടി ഈസ് ഈക്വൽ ടു 4. ടൈം 4 സെക്കൻഡ് ആയപ്പം എസ് എന്താണ്? 28 അല്ലേ. അപ്പം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി എന്താ? 4. യു 4 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 4 സ്ക്വയർ 16 ഈസ് ഈക്വൽ ടു 28. നമ്മൾ ആൻസർ ചെയ്ത് പോകുമ്പോൾ 4u പ്ലസ് 8a ഈസ് ഈക്വൽ ടു 28. റെഡിയാണല്ലോ, കിട്ടിയില്ലേ? 4u പ്ലസ് 8a ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് നമ്മൾ 4 പുറത്തെടുക്കുകയാണെങ്കിൽ യു പ്ലസ് 2a ഈക്വൽ ടു 28 എന്ന് കിട്ടും. ഈ 4 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ യു പ്ലസ് 2a ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി.
ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ യുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 5 - a. അപ്പോൾ 5 - a പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 5 ചെയ്യുന്ന സമയത്ത് 2a - a, 5 - a, അതായത് -a ഉണ്ട് പ്ലസ് 2a, അപ്പോൾ 5 + a ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. a ഈസ് ഈക്വൽ ടു 7 - 5 ഈസ് ഈക്വൽ ടു 2 കിട്ടി. അതായത് ആക്സലറേഷൻ നമുക്ക് 2 കിട്ടി. അങ്ങനെ ആകുമ്പോൾ യു കാണാൻ സുഖമല്ലേ, യു ഈസ് ഈക്വൽ ടു 5 - a അല്ലേ. a ഈക്വൽ ടു 2 ആണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 5 - 2 ഈസ് ഈക്വൽ ടു 3. നമ്മുടെ ഇനീഷ്യൽ സ്പീഡായിട്ടുള്ള യു എത്രയാണ് നമുക്ക് കിട്ടി, 3 ആണെന്ന് കിട്ടി. പ്രോബ്ലം ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ കാണാം. ഏറ്റവും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സെറ്റാണല്ലോ. ഓക്കെ, ഷാൽ വി ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times the സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അതായത് നിങ്ങളൊരു 2-digit നമ്പർ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഒരു 2-digit നമ്പർ 32 ഒരു 2-digit നമ്പറാണ്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ 32 ഒരു 2-digit നമ്പർ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 3 × 10 + 2 അല്ലേ. അതായത് ഇത് 1's place ഉള്ള ഒരാളാണ്, ഇത് 10's place ഉള്ള ഒരാളാണ്. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ 3 × 10 + 2. ഇനി 54 എന്ന് പറഞ്ഞ ഡിജിറ്റ് നമ്മൾ ശരിക്കും എന്താണ്, 5 × 10 + 4 അല്ലേ. അങ്ങനെ ആകുമ്പം നമ്മളോട് ഒരു 2-digit നമ്പറാണ് പറഞ്ഞത്. ഞാൻ ആ നമ്പറായിട്ട് എന്ത് എടുത്തു, ഒരു എക്സും വൈയും ആക്കിയിട്ട് എടുത്തു. ഞാൻ ആ നമ്പേഴ്സിന് എക്സും വൈയും ആക്കി എടുത്തു. ഇത് 2-digit നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10x + y എന്ന് എനിക്ക് ആ നമ്പറിന് എഴുതിക്കൂടെ, 32നെ 3 × 10 + 2 എഴുതിയ പോലെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times the sum of its digits. അതായത് ഈ നമ്പർ 2-digit നമ്പർ എന്തിനോട് ഈക്വലാണ്, 6 times its sum, ഈ നമ്പർ രണ്ടും കൂട്ടിയതിനോട് ഈക്വലാണ്, x + y. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം, 10x + y ഈസ് ഈക്വൽ ടു 6x + 6y. ഓക്കെ, ഇനി ഞാൻ ഈ 6x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 4x ആയി. 6y - 6y ആകുമ്പോൾ -5y ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത കാര്യം ഇവിടെ നോക്കാം. ദി നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 more than 4 times the sum of the digit. അത് നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്, അതായത് ഇവിടെ XY ആണെങ്കിൽ ഇവിടെ YX ആയി. അതെന്താണ് അപ്പോൾ വരിക, 10y + x അല്ലേ. ഇതെന്ന് പറഞ്ഞത് എന്താണ്, 9 more than 4 times സം, അതായത് x + y-നേക്കാൾ 4 times ആയി. റെഡി ആണല്ലോ. 9 കൂടുതലുണ്ട് ഇവിടെ. അപ്പം 10y + x ഈസ് ഈക്വൽ ടു 9 + 4x + 4y. ഞാൻ ഈ 4xനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി, അപ്പോൾ ആദ്യം ഈ 4yനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 6y ആയി. പ്ലസ് 4x ഇവിടെ എത്തുമ്പോൾ -4x ആവും. അപ്പോൾ x - 4x എന്ന് പറയുമ്പോൾ -3x ആയി. സെറ്റാണല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ഈസ് ഈക്വൽ ടു ഇവിടെ 9 ആയി. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കിക്കോ. ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പം അതെന്താവും, ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 4x എന്ന് പറഞ്ഞാൽ 12x -15y ഈസ് ഈക്വൽ ടു 0 എന്നായി. ഈ രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ 6 രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പം എന്താണ് ഗുണം, ഈ 3xനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -12x ആവില്ലേ. അപ്പോൾ ഇവിടെയും 12x ആയില്ലേ. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ. അപ്പോൾ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവരെ 3 ആളെ. അപ്പോൾ ഞാൻ ഇതാദ്യം എഴുതട്ടെ. 4 × -3x -12x, 4 × 6y +12y. ഓക്കെ, ഈസ് ഈക്വൽ ടു 4 × 9 ഈസ് ഈക്വൽ ടു 36.
എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻ കൂടി അങ്ങ് ആഡ് ചെയ്താൽ 12x മൈനസ് 12x 0 ആയി. മൈനസ് 15y പ്ലസ് 12y ഈസ് ഈക്വൽ ടു 12 അല്ലല്ലോ, അതായത് ഇവിടെ 12 അല്ലല്ലോ വരിക, 4 ഇൻറ്റു 6 അല്ലേ വരുന്നത്, 24 അല്ലേ വരിക, 24y അല്ലേ വരിക. അപ്പം മൈനസ് 15y 24y മൈനസ് 15y പോയി എത്ര 9y ഈസ് ഈക്വൽ ടു 36. ഓക്കെ, y ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 4 കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു ലെറ്റർ ഇവിടെ വരിക 4 വന്നു. എക്സ് എങ്ങനെ കാണും, സിമ്പിളല്ലേ, ഇതിൽ കൊടുത്താൽ ഏതിലാ കൊടുക്കുക, നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കാം 4x മൈനസ് y എത്ര 4 അല്ലേ, 5 മൈനസ് 5 ഇൻറ്റു 4 മൈനസ് 20 ഈസ് ഈക്വൽ ടു 0. 4x ഈസ് ഈക്വൽ ടു 20, x ഈസ് ഈക്വൽ ടു 20 ബൈ 4 ഈസ് ഈക്വൽ ടു 5. x ഈക്വൽ ടു 5 കിട്ടി, y ഈസ് ഈക്വൽ ടു 4 കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പർ 10 ഇൻറ്റു 5 50 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 54. ക്ലിയർ ആണല്ലേ ഈ ക്വസ്റ്റ്യൻ? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി കണ്ടു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനോടെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 ആഡഡ് ടു എ നമ്പർ ഗിവ്സ് ട്വൈസ് അനദർ നമ്പർ. ഒരു നമ്പറിനോട് 11 ആഡ് ചെയ്തപ്പം വേറൊരു നമ്പറിൻ്റെ ഇരട്ടി കിട്ടി. ഒരു നമ്പറായ എക്സിനോട് 11 ആഡ് ചെയ്തപ്പോൾ വേറൊരു y എന്ന നമ്പറിൻ്റെ ഇരട്ടി കിട്ടി. അടുത്തതെന്താ? 20 ആഡഡ് ടു സെക്കൻഡ് നമ്പർ ഗിവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. അതായത് രണ്ടാമത്തെ ഈ നമ്പറിനോട് 20 ആഡ് ചെയ്തപ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടി കിട്ടി. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഇക്വേഷനെ ഞാൻ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു മൈനസ് 11 എന്ന് മാറ്റി എഴുതിക്കൂടെ? ഈ ഇക്വേഷനെ 2x മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് y ഈസ് ഈക്വൽ ടു 20 എന്ന് മാറ്റി എഴുതിക്കൂടെ? കാരണം ഈ പ്ലസ് y കൊണ്ടിടുമ്പോൾ മൈനസ് y. ഞാൻ ഇവരെ എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാം? ഈ ഇക്വേഷൻ നമ്പർ 1നെ 1 കൊടുത്തു, 2 എന്ന് കൊടുത്തു. 1നെ ഞാൻ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x മൈനസ് 4y ഈസ് ഈക്വൽ ടു മൈനസ് 22 ആയില്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 2 ഞാൻ അടിയിൽ എഴുതാൻ പോവാണ്, y ഈക്വൽ ടു 20. എന്നിട്ട് ഇവ രണ്ടും ഞാൻ ചുമ്മാ ഒന്ന് ആഡ് ചെയ്താൽ മൈനസ് 4y പ്ലസ് 5. അത് മൈനസ് 4yനോട് ഒരു മൈനസ് 5 കൂടി കൂട്ടി എത്ര? 4 റുപ്യ പോയി, പിന്നെ ഒരു രൂപ കൂടി പോയി, അപ്പോൾ മൈനസ് 5 റുപ്യ പോയി. അപ്പോൾ മൈനസ് 5y ഈസ് ഈക്വൽ ടു മൈനസ് 22 പ്ലസ് 20. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. 2x ഈ ഇക്വേഷന് നമുക്കിത് മൈനസ് ചെയ്യാം. അതായത് ഈ മൂന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് മൈനസ് ചെയ്യാം, 3 മൈനസ് 2 ചെയ്യാം. അപ്പം 2x പോയപ്പം 0 ആയി. മൈനസ് 4y മൈനസ് ഓഫ് മൈനസ് y ഈസ് ഈക്വൽ ടു 3. മൈനസ് 4y മൈനസ് 4y പ്ലസ് y ഈസ് ഈക്വൽ ടു മൈനസ് 3y. അപ്പം മൈനസ് 3y കിട്ടി. മൈനസ് 22 മൈനസ് 20 ഈസ് ഈക്വൽ ടു 3, 42 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? ഓക്കെ, y ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 42 ഡിവൈഡഡ് ബൈ 3 മൈനസ് 5 ഈസ് ഈക്വൽ ടു ആണേ. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 14 കിട്ടും. ഓക്കെ, ഇവിടെ മൈനസ് 42 ആണ്. അപ്പം മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 14 കിട്ടും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 14 കിട്ടും. അത് നമ്മൾ ഇതിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഈസ് ഈക്വൽ ടു 14 കിട്ടിയേ, ഒരു നമ്പറായിട്ടുള്ള y ഈക്വൽ ടു 14 കിട്ടി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 28 ഈക്വൽ ടു മൈനസ് 11 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 11 പ്ലസ് 28 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 17 എന്ന് കിട്ടി. y ഈസ് ഈക്വൽ ടു 14 നമുക്ക് കിട്ടി. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ഏതാ? 17 ആണ്, 14 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ തീരുകയാണ്. ലാസ്റ്റ് വീഡിയോ കുറച്ച് ഫാസ്റ്റായി പോയിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. സോ ബൈ.